ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ 20,000 താഴെ വരുന്ന ഒരു നല്ല 5G ഫോണിനെയാണ് പരിചയപ്പെടുത്തുന്നത്. റിയൽമി 8S 5G ഒരു ഡീസൻറ്റ് ഫോണാണ്. നല്ല ഒരു തിരക്കേടില്ലാത്ത ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഡീസൻ്റായ റിയൽമി ഫോൺ ബോക്സ്. സാധാരണ ഇതിൽ എല്ലാ ബോക്സും അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. എന്തായാലും വേണ്ടില്ല, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഫോണും കാര്യങ്ങളൊക്കെ കാണാം. ചാർജർ വന്നിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളുണ്ട്. കുറച്ചധികം ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നു. സിം ജെറ്റ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസും വരുന്നുണ്ട്. സോ ഇതെല്ലാം നല്ല ക്വാളിറ്റി തന്നെ. എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 8S 5G എന്ന് പറയുന്ന റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോൺ. 20,000 താഴെ ഒരു നല്ല 5G ഫോൺ ആണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൃത്യമായിട്ട് ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ കൃത്യസമയത്ത് കാണാനും പറ്റുള്ളൂ. നിങ്ങൾക്കിത് കാണാം, കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഓവർ വെയിറ്റോ ഓവർ തിക്നെസ്സോ അങ്ങനെ പറയത്തക്ക അൺകംഫർട്ടബിൾ ആയ കാര്യങ്ങളൊന്നുമില്ല. ഡീസൻ്റ് ആയ ഒരു മീഡിയം സൈസിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസൈൻ. നല്ല ക്വാളിറ്റി മീൻസ് ഒരു കംഫർട്ടബിൾ ആയ ഡിസൈൻ തന്നെ. കൃത്യമായിട്ട് പറഞ്ഞാൽ 8.8 mm ആണ് ഇതിൻ്റെ തിക്നെസ്. 191 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്കും മൈക്രോഫോണും ടൈപ്പ് സി പോർട്ടും സ്പീക്കർ ഗ്രില്ലും ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണും സിം ട്രൈ. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരുപോലെ ഉപയോഗിക്കാം. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ. ബാക്കി 2 മെഗാ പിക്സലിന്റെ വീതം മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. യൂസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. മെയിൻ ക്യാമറ എന്തായാലും 64 മെഗാ പിക്സലാണ്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ പഞ്ച് ഹോളിനകത്ത് 16 മെഗാ പിക്സലാണ്. ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സോ ഇതിന്റെ ഒരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വലൊക്കെ പ്ലേ ആകുമ്പോൾ നല്ല ക്വാളിറ്റി. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴും നല്ല വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എക്സലൻ്റ് എന്ന് പറയാനില്ല. കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലും കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി. വേറെ വൈഡ് ബാൻഡ് എലമെന്റ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഫുൾ HD തന്നെ കണ്ടന്റ് ഒക്കെ സ്ട്രീം ചെയ്ത് കാണാം. ഒപ്പം തന്നെ 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ള LCD ഡിസ്പ്ലേ ആണ്. AMOLED ഒന്നുമില്ല കേട്ടോ. 90 Hz ആണ്. ഓവറോൾ ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ സെറ്റപ്പ് ആണ്. പെർഫോമൻസ് MediaTekന്റെ Dimensity 810 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. UIയിലും കാര്യങ്ങളിലും ലാഗ് ഒന്നുമില്ല. നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ്. റിയൽമി UI 2.0 ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു യൂസർ ഇന്റർഫേസ് ആണ് നിങ്ങൾ കാണുന്നത്. കുറേയധികം ആപ്ലിക്കേഷൻസ് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്. നമുക്ക് കുറേയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യാം, ആവശ്യമില്ലാത്തതൊക്കെ. സോ ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ UI. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ BGMI ഒക്കെ അൾട്ര വരെയുള്ളൂ. എക്സ്ട്രീം ഒന്നും സ്മൂത്തിൽ പോലും എക്സ്ട്രീം കിട്ടുന്നില്ല. ബട്ട് ആ കിട്ടുന്ന അൾട്രയിൽ നമുക്കിത് നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ നമുക്ക് ബൂട്ട് ക്യാമ്പിലൊക്കെ ഇറങ്ങി ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് കേട്ടോ. എക്സലൻ്റ് ആണ്. ഗെയിമിംഗ് ഫോണാണെന്നൊന്നും വിചാരിക്കരുത്. ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ഫോണല്ല. ബട്ട് ഓവറോൾ നമുക്കിത് വേണമെങ്കിൽ ഇതിൽ അത്യാവശ്യം BGMI ഒക്കെ കളിക്കാം. ബട്ട് അൾട്രയാണ് ഇതിൻ്റെ സെറ്റിംഗ്സ് മാക്സിമം കിട്ടാൻ പോകുന്നത്. സോ ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല. ഓവറോൾ നോർമൽ യൂസിന് ഒരു 5G ഫോൺ എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ BGMI ഒക്കെ അൾട്ര സെറ്റിംഗ്സിലൊക്കെ ഇട്ടുകൊണ്ട് കളിക്കാൻ സാധിക്കുന്ന സാരം. ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ പെർഫോമൻസിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബാറ്ററി വന്നിട്ട് 5000 mAh ബാറ്ററി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിൾസ് എങ്ങനെയുണ്ട്. ഇത്തിരി വെളുപ്പിക്കൽ കൂടുതലുണ്ടോ എന്നൊരു സംശയം. പക്ഷെ അത് ഇപ്പോൾ പൊതുവെ എല്ലാ ഫോണിലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. എന്തായാലും ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ സാമ്പിളുകൾ. സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും ഒക്കെ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് തരുന്നത്. സോ ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല. ഒരു ഇച്ചിരി കോൺട്രാസ്റ്റ് കൂടുതലുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്യാമറ ക്വാളിറ്റി ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പലരും പറയാറുണ്ട്, എൻ്റെ അഭിപ്രായം പറയാം. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഈവൻ ഇൻഡോർ ലൈറ്റിങ്ങിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതേ ലൊക്കേഷൻ വെച്ച് ഈ സമയത്ത് തന്നെ എടുത്തിരിക്കുന്ന ഒരു ഇമേജാണ്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. മെയിൻ ക്യാമറ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയൊക്കെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ സാമ്പിൾസ്. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ക്ലൗഡി സിറ്റുവേഷൻ ആണ് എങ്കിലും ഓവറോൾ ഗുഡ് ക്വാളിറ്റി ഉണ്ടോ, നിങ്ങൾക്കിത് മതിയോ, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സ്റ്റെബിലൈസേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സ്റ്റെബിലൈസേഷനാണ് ഇതിൻ്റെ ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഹായ്, ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ക്ലൗഡി സിറ്റുവേഷൻ ആണ്. ബട്ട് ചെറിയൊരു ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി കിട്ടും. അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന തരത്തിലൊക്കെ ഒരു ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും.
സോ ക്യാമറ ഓവറോൾ ഗുഡ് ക്വാളിറ്റി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു എക്സലന്റ് ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക് കേട്ടോ. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇത് കൊള്ളാമോ എന്നുള്ള കാര്യം. സോ ഫൈനലി ഓവറോൾ ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും എല്ലാം ഒരു ആവറേജ് ഗുഡ് ലെവലിലുണ്ട്. ഡുവൽ 5G സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് ചെയ്യുന്ന 5G ബാൻഡുകളും ധാരാളമുള്ള ഒരു നല്ല 5G ഫോണാണ് റിയൽമി 8S 5G. 18,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് ഗെയിമിംഗ് മനസ്സിലില്ല എങ്കിൽ, ഗെയിമിങ്ങിന് പറ്റുന്നുണ്ട് ബട്ട് എങ്കിലും ആ ഒരു ഘടകം ഒഴിവാക്കിക്കോളൂ. ബാക്കി നോർമൽ യൂസറാണ് 2-3 വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാം. നല്ല പെർഫോമൻസും കാര്യങ്ങളുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് 6GB RAM 128GB സ്റ്റോറേജിന് 18,000 രൂപയാണ്. അതേപോലെ തന്നെ 8GB RAM 128GB സ്റ്റോറേജിൻ്റെ 20,000 രൂപയാണ്. 8GB റാമിൻ്റെ എടുക്കാൻ നിൽക്കേണ്ട, അവിടെ നമുക്ക് റിയൽമി X7 പോലുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണൊക്കെ ഉണ്ട്, ബട്ട് അത് പഴയതാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ റാം വേണമെങ്കിലും ഇത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ഫോൺ തന്നെയാണ്. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, തിരക്കില്ലാന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.